ഇറാനിൽ വൻ സ്ഫോടനം. തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസിലെ ഷാഹിദ് രാജി തുറമുഖത്താണ് സ്ഫോടനം ഉണ്ടായത്. 400-ലധികം പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അജിന ചേരുന്നു. അജിന, എപ്പോഴായിരുന്നു സ്ഫോടനം? വിശദാംശങ്ങൾ. ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു ഇറാനിനെ നടുക്കി വൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇറാനിലെ പ്രധാന തുറമുഖ കേന്ദ്രമായിട്ടുള്ള ബന്ദർ അബ്ബാസിലെ ഷാഹിദ് രാജി തുറമുഖത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ സ്ഫോടനത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ വൈറലായിരിക്കുകയാണ്. കാരണം ആ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ആ സ്ഫോടനം എത്രത്തോളം ആഘാതമാണ് ആ തുറമുഖത്ത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. നിലവിൽ 400ഓളം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. അവിടെ ഈ സ്ഫോടനം നടക്കുമ്പോൾ നിരവധി തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഈ 400ഓളം എന്ന കണക്ക് ഇനിയും കൂടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇതുവരെയായിട്ടും ആളപായമൊന്നും ഈ ഷാഹിദ് രാജി തുറമുഖത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഇനിയും ആളപായം ഉണ്ടാകുവാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത്രത്തോളം വലിയൊരു സ്ഫോടനമാണ് ഇപ്പോൾ ഷാഹിദ് രാജി തുറമുഖത്ത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് എല്ലാവരും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നീട് നിലവിൽ ഈ ഷാഹിദ് രാജിയുടെ തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഈ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം വലിയ ആളപായമൊന്നും ഇല്ലാതെ ഈ ഒരു പരിക്ക്, അതായത് ഇത്ര പേർക്ക് 400-ലധികം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതൊരു നിസ്സാര കാര്യമായി നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. എങ്കിലും ഒരു പരിക്ക് ഇനിയും കൂടാതിരിക്കട്ടെ, ആളപായമൊന്നും ഇനിയും കൂടാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഷമ്മി, ഇറാനിലെ തുറമുഖത്ത് വലിയ സ്ഫോടനം, 400ഓളം പേർക്ക് പരിക്കേറ്റു. അജ്നിയാണ് വിവരങ്ങൾ നൽകിയത്.